പഴംപൊരിയൊക്കെ എണ്ണ കണ്ടുപിടിച്ചോണ്ട് പഴം അല്ലെങ്കിൽ വേണ്ട പിന്നെ പഴം തിന്നാൻ പറ്റൂല. നോക്കി റെഡി റോളിംഗ് 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 ആക്ഷൻ. പഴംപൊരിയിലൊക്കെ പഴം കണ്ടുപിടിച്ചോണ്ട് എണ്ണ തീരണോ? തോനക്ക് പഞ്ചായത്തില് ഒരാഴ്ച. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഹാരി. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ജിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനുണ്ട്, പ്രവീൺ ബ്രോ ഉണ്ട്, പിന്നെ ജിഷ്ണുവിൻ്റെ വൈഫുണ്ട്. റീല് പറഞ്ഞാൽ അതായത് ഞങ്ങളൊരു സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ഇതാണ് ജിഷ്ണു. ജിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇതാണ് ജിഷ്ണുവിൻ്റെ വീട്. അപ്പോൾ ജിഷ്ണുവിൻ്റെ വൈഫാണിത്. കണ്ടില്ലേ, ഇതാണ് ജിഷ്ണുവിൻ്റെ വൈഫ്. എങ്ങനെയുണ്ട്? കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റായിരിക്കണം. സ്റ്റോറി പറഞ്ഞെടുക്കാണ് പ്രവീൺ ബ്രോ. കുഞ്ഞാവരെ കാണുമ്പോൾ തന്നെ. അപ്പം ഇനി എനിക്കും ഡ്രസ്സ് മാറ്റാണ്ട്. ജിഷ്ണു ഉണ്ട്, ഞാനും കുഞ്ഞാവേം. ജിഷ്ണുവിൻ്റെ വൈഫിൻ്റെ പേര് കുഞ്ഞാവെന്ന് ഞങ്ങൾ വിളിക്കൽ. അപ്പോൾ ഞാനും കുഞ്ഞാവേം ജിഷ്ണുവും ആണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറട്ടെ. ഓക്കെ, ഇത് ജിഷ്ണുവിൻ്റെ കുട്ടിയാണ്. അവനിപ്പോൾ എത്ര? 4 മാസം. 4 മാസം. പേരിട്ടില്ലല്ലോ? പേരിട്ടോ? എന്താ പേര്? അതെ, എനിക്ക് പറയാൻ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. സെറ്റായി നിൽക്കണം. ഇനി ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൻ കോമഡി അല്ലേ? സവാദുണ്ട്, രഘു, സുഗു, കുഞ്ഞാവയാണ് എൻ്റെ നായിക. അതല്ല, ഷീസ് മൈ നായിക ഗൈസ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ചെരുപ്പ്, എൻ്റെ ചെരുപ്പ് മതിയോ? ഇതുവരെ കുഞ്ഞാവയ്ക്ക് ചിരി വരുന്നു. കുഞ്ഞാവിൻ്റെ പേരെന്തായിരുന്നു? ലത. അതെ, ഞങ്ങൾക്ക് അധികം സ്റ്റോറിയും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാത്തിൻ്റെയും ബ്രെയിനും ഇതാ ഇവിടെയാണ്. അതെ അതെ. പിന്നെ സ്വരൂബ്രോ ഉണ്ട്. സ്വരൂബ്രോൻ്റെ ആണ് സംഭവം, പ്ലാനുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ സ്വരൂബ്രോയ്ക്ക് ഇന്ന് വർക്ക് ഉണ്ടായതുകൊണ്ട് സ്വരൂബ്രോ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോയി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. കുഞ്ഞാവ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചിരിക്കട്ടോ. സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും തുടങ്ങുക. വിഷ്ണുവിൻ്റെ അമ്മയും കുട്ടിയും ഉണ്ട്. കാണിച്ച ഇവിടെയുണ്ട്. സംസാരിക്കാൻ ഭയങ്കര ഇടങ്ങറ കുഞ്ഞാവേ. നമുക്ക് ശീലമായി വരണം. അതെ, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ കുയ്യും അടിക്കും. എങ്ങനെ പ്രയോറിറ്റി കറുത്ത സാധനം മാറ്റിയ ആ സൈഡിലുള്ള കറുത്ത സാധനം ചെറുക്കിന് പുറമ്പോ ലോകം കണ്ടില്ലെങ്കിൽ ഇപ്പൊ കാറാൻ തുടങ്ങും. അതെ, അവിടെ ആ സാധനം ഉണ്ടോ? ഇതല്ലേ അത് പൊക്ക്, അത് പിടി അമൃത്തി പിടി, എന്നിട്ട് പൊക്ക്. അവര് ക്ലിപ്പാണ്. അച്ഛ വരുമ്പോ എന്താ കേട്ടോ, PP ഒന്നും ആയിട്ടില്ല. നിങ്ങളെ കൂട്ടാനോ കുട്ടീനോട് അതല്ലേ പറയാൻ പറ്റും. കുട്ടീനോട് ഉപ്പേരി പറയാൻ പറ്റില്ലല്ലോ. അതെ, കുട്ടീനോട് ജിഷ്ണുവിന്റെ കുട്ടീന്റെ ബാക്കില്. അപ്പൊ ജിഷ്ണുവിന്റെ കുട്ടീനോട് ജിഷ്ണുവിന്റെ ഏത് ഇങ്ങനെ ഞാൻ പോരണ്ടിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എന്തെല്ലാം റിസ്ക് ആണ് അല്ലേ? അതാണ് ഞങ്ങളെ പാഷനാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് ഇനി എത്ര. ഇപ്പൊ കുഞ്ഞാവെ കണ്ടില്ലേ, കുഞ്ഞാവക്ക് അത്രയും റിസ്ക് എടുക്കണേ. കുട്ടിക്ക് എത്ര ആയിട്ടുള്ളൂ കുഞ്ഞാവേ? 4 മാസം. അതെ, 4 മാസം ആവണുള്ളൂ ചെറുക്കന്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും
കാണണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കെന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ എന്ത് റിസ്ക് ആണെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് നമ്മളാ സംഭവം എടുക്കണം ഗൈസ്. എന്താണെങ്കിലും ആ റിസ്ക് എടുക്കണം, ചെയ്യണം അല്ലേ? എന്താ പറയുള്ളത്? അതെ 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 അതെ. ഇത് കണ്ടോ, കുട്ടീനെ താരാട്ടുപാട്ട് പാടി ഉറക്കണതാണ്. അതിനൊക്കെ ചെറുക്കുകയും ചെയ്യും. അതെ, കുട്ടീനെ താരാട്ടുപാട്ട് പാടി ഉറക്കണതാണ്. ഗിറ്റാർ പിടിക്കണ പോലെ പിടിച്ചിട്ട് പാട്ടും കൂടി ഞാൻ ആ പാട്ടൊന്നും പാടി കേട്ട പാട്ട് ഇംഗ്ലീഷല്ല, മലയാളം, തമിഴല്ല, ഏതൊക്കെ ഭാഷ. മൂളനല്ല. അയ്യോ കോമഡി. അച്ഛനോടെ പാട്ട് പറഞ്ഞാൽ ചിരിച്ച് പോകുന്നു. ഓക്കുണ്ട് ആ ഗംഗേന്നൊരു പാട്ട്. എന്റെ വണ്ടിയിട്ട് തടിയിരിക്കോ ഇല്ല തട്ടിയാ മതി. അങ്ങനെ നമ്മൾ പോരൂർ അമ്പലത്തിൻ്റെ അവിടെയാണ് ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റായി എല്ലാവരും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ അത്. കാണാനൊക്കെ ഭയങ്കര നല്ല വൃത്തിയുണ്ട്. നല്ലൊരു അമ്പലത്തിൻ്റെ ഏരിയാസൊക്കെ അങ്ങനെയാണ്, ഭയങ്കര പീസ്ഫുള്ളാവും. അതിപ്പോൾ ഏകദേശം എല്ലാ അമ്പലത്തിനും അങ്ങനെ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആവും. ഈ ഒരു കാണുന്ന വഴിയിലാണ് നമുക്ക് പോകാനുള്ളത്, അവിടെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഏരിയ ഉള്ളത്. പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ ആൽത്തറ. ഏകദേശം എല്ലാ അമ്പലങ്ങൾക്കും ആൽത്തറ ഉണ്ടാവും. ഭയങ്കര അടിപൊളിയാണ് കാണാൻ സ്ഥലം. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ കാണിച്ചു തരാം. നല്ല കാറ്റും നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. തങ്കച്ചേട്ടൻ ഗൈസ് സെറ്റല്ല, അത് അടിപൊളി. ഇവിടെ നല്ല രസമാട്ടോ സംഭവം. അമ്പലത്തിൻ്റെ സ്ഥലമാണ്, അടിപൊളിയാണ്. ഞാൻ ഏട്ടൻ പറഞ്ഞത് എന്നാലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ ഒരാളെ കണ്ടു. അവൻ്റെ പേരൊന്നും കൂടി പറയൂ. എനിക്ക് പറയാൻ കിട്ടില്ല. നെയ്ദിക് ആദം. എടാ ആദം മോനെ കുയ്. അപ്പോൾ ഓരിവിടെ ഇരിക്കുകയാണ് വണ്ടീൻ്റെ ഉള്ളിൽ. ചെക്കൻ കരയും വിചാരിച്ചിട്ട് ഓരിവിടെ ഇരിക്കണം. അപ്പോൾ ഞങ്ങളെന്തായാലും ഷൂട്ടൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് വരാം. മുണ്ടും പാൻറ്റും എന്തായാലും കുഴപ്പമില്ല. അതിനെ അവിടെ നോക്കിയിട്ട് നമുക്ക് മാറ്റാം. എൻ്റെ നായിക രാധ അല്ല ലത തിരിച്ചിട്ടാൽ ലത തിരിച്ചിട്ടാൽ തല. അതെ. അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുക, ഞാൻ എൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, ഒരൊറ്റ വീഡിയോ പോലും കണ്ടിട്ടില്ല. സംഭവം ആകെ ശ്രീനിവാസനായിട്ടുണ്ടെന്നാണ് പറയണേ. ശ്രീനിവാസൻ എന്താ കുറവില്ലേ? ഒരു കുഴപ്പമില്ല. ഫൈനലി ഒരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ച സ്ഥലത്തേക്ക് പോവാണ്. എന്ത് സംഭവം? പ്രശ്നം എന്താ? പുഴുവിനെ പേടി. എന്താ കുഞ്ഞാവേ സംഭവം? എല്ലാവരും അമ്മമാരും വൻ എന്താ പറയുക തഗ്ഗട്ടോ. മൂർഖമാവിനൊക്കെ പേടിയില്ല, പുഴുവിനെയൊക്കെ പേടിയെന്ന് പറയണത്. അടിപൊളി പ്ലേസ് കേട്ടോ. പുഴു അവിടെ തന്നെ ഉള്ളൂ, ഞാൻ എവിടെ അല്ല ഇല്ല. കുഞ്ഞാവ പേര് പോലെ തന്നെയാണ് മനസ്സും. കുഞ്ഞു വാവയാണ്. ഫ്രണ്ട്സ് ഫൈനലി നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ റീലായിട്ടോ ഇത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. വിഷ്ണുവിൻ്റെ ചെക്കനെ ഫോട്ടോ എടുക്കുകയാണ്. അതെ,
അങ്ങനെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഗൈസ്. മതി കുഞ്ഞാവേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. കുട്ടീനെ നോക്കിയത് അമ്മയായിരുന്നു. അതെ. അപ്പോൾ ഗൈസ് എന്താ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. ക്യാമറയിലാണ് ഫുട്ടേജ്. അപ്പോൾ ഞാൻ അത് കിട്ടിയിട്ട് അത് ഉൾക്കൊള്ളിച്ചാണ്ട് എന്തായാലും ഫുൾ വീഡിയോ വരുന്നതാവും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.